Hello, my dear students. Your online miss is here with you. Today, I would like to discuss about the physics of standard 10. Okay, last class we discussed about the first chapter. Today, also the second part of the first chapter, that is effects of electric current. In the last class, we studied about energy conversion, heating effect of electric current, and Joule's law, right? ഓക്കെ, അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒട്ടും മറക്കണ്ട, എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിലെത്തും. സോ അപ്പോൾ ജൂൾസിൽ ഒന്നുകൂടി ഡിഫൈൻ ചെയ്ത് നോക്കല്ലേ. അപ്പോൾ എല്ലാവരും പറഞ്ഞോളൂ. The heat generated in a current carrying conductor is directly proportional to the product of the square of the current in the conductor, the resistance of the conductor, and the time t of flow of current. That is H is equal to I square RT. Today we can just go through its derivation. Okay, it's important not only in the 10th standard, it's very useful even you are taking science subjects in +1 and +2. Okay, so be thorough it, just understand what are going and on. Okay, then it will be very easy. Here you can see a figure that's in your textbook. By here we can measure the voltage between the ends of the resistor R using a voltmeter. Here we connected a voltmeter, right? And we can measure the current by adding an ammeter here. So we already discussed that. What is current? Can you define current? Yes, rate of flow of charge. Very good. That is the flow of charge in 1 second. So we have the equation current I is equal to Q by T. So when we transfer this T into into the left hand side, what the equation becomes? Equation becomes Q is equal to IT. Rate of flow of ചാർജിനെയാണ് നമ്മൾ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് അല്ലേ. സോ ഇലക്ട്രിക് കറണ്ട് I ഈക്വൽ ടു റേറ്റ് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല പറഞ്ഞു. ഓക്കെ, റേറ്റ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡ് ബൈ ടൈം. ഓക്കെ, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് Q ഡിവൈഡ് ബൈ ടൈം, അല്ലെങ്കിൽ ദാറ്റ് ഹാപ്പൻസ് ഇൻ 1 സെക്കൻഡ്. സോ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജാണ് നമ്മൾ കറണ്ട് എന്ന് പറയുന്നത്. അത് ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ കറണ്ട് മൂവ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഓക്കെ, വാട്ടർ നമുക്ക് ഒരു പോയിൻറ്റിൽ നിന്ന് മറ്റൊരു പോയിൻറ്റിലേക്ക് വാട്ടർ മൂവ് ചെയ്യുന്നതിന് നമുക്ക് എന്ത് വേണം? അവിടെ ഒരു ഹൈറ്റ് ഡിഫറൻസ് വേണം അല്ലേ. ഇപ്പോൾ നമ്മൾ വാട്ടർ ഒരു പ്ലെയിനിലാണ് കുറച്ച് വാട്ടർ ഒഴിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെ എന്തായിരിക്കും? വാട്ടർ അവിടെ തന്നെ ഇങ്ങനെ കിടക്കും. നേരെ മറിച്ച് അവിടെ ഒരു ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടെങ്കിലോ ഒരു സ്ലോപ്പ് ഉണ്ടെങ്കിലോ നമ്മൾ വാട്ടർ ഒഴിച്ചാൽ അത് സുഖമായിട്ട് ഫ്ലോ ചെയ്ത് പോകും. അതുപോലെ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിലും നമുക്കൊരു ഡിഫറൻസ് വേണം. ആ ഡിഫറൻസിൻ്റെ പേരാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് യൂഷ്വലി ഡിനോട്ടഡ് ആസ് വി. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് അവിടെ ഒരു ഡിഫറൻസ് വേണം, ഒരു കൂടുതലും കുറവ് വേണമെങ്കിൽ ദെൻ ഓൺലി ദ മൂവ്മെൻറ്റ് പോസിബിൾ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി എന്ന് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യും. ദെൻ കൺസിഡർ 2 പോയിൻറ്റ്സ്. ലെറ്റ് എ ബി എ പോയിൻറ്റ് ആൻഡ് ബി ബി അനദർ പോയിൻറ്റ്. ഈ എന്ന് ഇൻ ഓർഡർ ടു മൂവ് എ ചാർജ് ക്യൂ, ഓക്കെ, വി ഹാവ് എ ചാർജ് ക്യൂ. ഇൻ ഓർഡർ ടു മൂവ് എ ചാർജ് ക്യൂ ഫ്രം എ ടു ബി, we said that there need a potential difference V. So in order to move a charge from A to B having charge Q, then there is a potential difference V. റെഡിയാണല്ലോ. ഇനി നമ്മൾ എന്ന് ബിയിലേക്ക് ക്യൂ ചാർജിനെ മൂവ് ചെയ്യുമ്പോൾ വി പൊട്ടൻഷ്യൽ ഡിഫറൻസുള്ള സ്ഥലത്ത് നമ്മൾ കൊടുക്കേണ്ട ഒരു വർക്ക് ഡൺ ഉണ്ട് അല്ലേ. വാട്ട് വിൽ ബി ദാറ്റ്? amount of work done to move a charge from A to B having the a charge Q from A to B having potential difference V is equal to Q into V ആയിരിക്കും അല്ലേ. ഓക്കെ, Q into V ആയിരിക്കും. അപ്പോൾ വി ഓൾറെഡി നോ വാട്ട് ഈസ് Q. Q equal to, when I becomes here, Q is equal to IT.
Yes. So substitute that equal to here IT into V. So amount of work done will become ITV. Here the work done will provide by the battery supply, right? Okay, then power supply will be equal to rate of change of work done. ഇവിടെ നമുക്ക് കിട്ടുന്ന വർക്ക് ഡണ്ണ് 1 സെക്കൻഡിൽ എത്ര വർക്ക് ഡൺ എന്നുള്ളതാണ് പവർ സപ്ലൈ അല്ലെങ്കിൽ പവർ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. സോ പി എന്തായിരിക്കും? പി വിൽ ബിക്കം വാട്ട് ഈസ് വർക്ക് ഡൺ ഹിയർ? ഐ ടി ഇൻറ്റു വി ഡിവൈഡ് ബൈ ടി. ഹിയർ ടിയും ക്യാൻസൽ ചെയ്ത് പോകും അല്ലേ? ടി ക്യാൻസൽ ചെയ്തു. ദെൻ പവർ ബിക്കം ഐ വി. Okay, then we already from the Ohm's law. I think you know, right? Okay, from Ohm's law we studied that V equal to IR. So substitute here P equal to I into IR. So it become I square R. Ready ആണല്ലോ? Okay. Then this I square R we know right to P equal to W by T. So W equal to we can transform this T into P. So W equal to PT. W equal to PT. Then what is the P here? P equal to I square R. I square R into T. So W becomes I square RT. Here the work done. This work done is used to make our nichrome wire red hot. ഇവിടെ കൊടുക്കുന്ന വർക്ക് ഡൺ ആണ് നമ്മുടെ നേരത്തെ 2 പോയിൻറ്റ്സിൻ്റെ ബിറ്റ്വീനിൽ കണക്ട് ചെയ്യുന്ന നിക്രോം വയറിനെ റെഡ് ഹോട്ടാക്കിയത്. റെഡിയാണല്ലോ. സോ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഹീറ്റ് എനർജി. ദെൻ W ബിക്കംസ് ഇൻ ടു ഹീറ്റ് എനർജി ദാറ്റ് ഈസ് H ഈസ് ഇക്വൽ ടു I സ്ക്വയർ RT. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ ദിസ് ഈസ് വാട്ട്സ് കോൾഡ് ജൂൾസ് ലോ. അപ്പോൾ ദിസ് ഈസ് ദ ഡെറിവേഷൻ ഓഫ് ദി ജൂൾസ് ലോ. എങ്ങനെയാണ് വന്നതെന്ന് ക്ലിയർ ആണല്ലോ. ഞാനൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ I ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ്. I ഈക്വൽ ടു Q by T. Then in order to move a point A to B, have a charge Q from A to B having potential difference V, there need a work done. The amount of work done to move a charge Q from A to B having potential difference V equal to W equal to QV. Then we already have what? Q equal to IT. Then substitute here IT into V. So we get what? The amount of work done equal to ITV. Then here this work done will provide by the power supply, that is power. What is power? Power is the amount of work done in 1 second or a rate of work done. So power is equal to W by T. So power equal to we substitute this ITV to here. Then ITV divided by T. That T can be cancelled. Then P becomes IV. According to Ohm's law, the potential difference V is equal to I into R. Then substitute that IR here. So I into IR, I square R. Then from the previous equation we get the amount of work done, W equal to PT. Then substitute that P is equal to I square R here. So P is equal to I square R into T. So W becomes I square RT. This amount of work done act as here as heat energy. So heat energy equal to H is equal to I square RT. This is the Joule's law's derivation.
So all of you understand the derivation, right? Okay, from derivation we നമ്മൾ കുറച്ചുകൂടി കൂടുതൽ പരിചയപ്പെട്ടു അല്ലേ പുതിയ ടേംസ്. വാട്ട് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആൻഡ് ദ വർക്ക് ഡൺ, ദാറ്റ് ഈസ് ജൂൾ. എൻ്റെ യൂണിറ്റ് എന്താ? ജൂൾ. ഓക്കെ, സോ whenever we dealing with a new keywords we are trying to define it. Okay, പുതിയ കീവേഡ്സുമായിട്ട് നമ്മൾ എപ്പോഴൊക്കെയാണ് ആക്കുന്നത് എന്ന് വെച്ചാൽ നമുക്കതിനൊന്ന് ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്ത് ചെയ്യാം? ജൂൾ. വാട്ട് ഈസ് 1 ജൂൾ? നമ്മൾ പറഞ്ഞു എ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലേക്ക് ഒരു ക്യൂ എന്ന് പറഞ്ഞ ചാർജിനെ വി പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ പ്രസൻസിൽ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എമൗണ്ട് ഒരു വർക്ക് ഡൺ കൊടുക്കണം എന്നല്ലേ. ഈ വർക്ക് ഡണ്ണിൻ്റെ യൂണിറ്റാണ് 1 ജൂൾ. സോ 1 ജൂൾ ക്യാൻ ബി ഡിഫൈൻ ആസ് the amount of work required to move 1 coulomb of charge under 1 volt potential difference. Clear ആണല്ലോ? Okay, that is we have the equation W is equal to QV, work done QV. Then when the work done will be 1 joule, when എപ്പോഴാണാവുക? നമ്മുടെ ചാർജ് 1 കൂളമും അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 വോൾട്ടും ആവുന്ന സമയത്ത് we have 1 joule. Okay, for the next, potential difference. Potential difference between 2 points will be 1 volt. 1 volt if 1 joule of work is done in moving 1 coulomb of charge from one point to other. 1 കൂളം ഓഫ് ചാർജിനെ എയിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ 1 ജൂൾ ഓഫ് വർക്കാണ് എടുക്കുന്നതെങ്കിൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 1 volt. Okay, then V is equal to W by Q. So W should be 1 joule and charge 1 coulomb ആവുകയാണെങ്കിൽ then the potential difference is 1 potential difference or unit potential difference. Clear? Next, power. What is the power? The amount of work done in 1 second. Okay, power can be defined as amount of work done in 1 second or rate of change of work done. P is equal to W by T. Then this is a table in your textbook. Okay, what this say? In different cases how the heat generator or Joule's laws application. ഇവിടെ നമുക്ക് ആർ ടി ഐ ആൻഡ് ടി ആർ ചേഞ്ചിങ്. ഈ കേസിൽ എങ്ങനെയാണ് നമ്മുടെ ജൂൾസ് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യാം. സോ we understand the Joule's law, right? Okay, then now we want to complete this table. In order to complete that we have 6 cases, right? Okay, that is we സോൾവ് ചെയ്യാനുള്ള സൗകര്യത്തിന് ജസ്റ്റ് ഞാൻ ടാബിളിലുള്ള I equal to I and the first case ഇവിടെ എഴുതിയിട്ടുണ്ട്. ദാറ്റ് ഈസ് I equal to I, R equal to 2R and T equal to 1. In order to find the heat generated, H is equal to I square RT. Then H equal to, here I equal to I square, R equal to 2R, right? So 2R. T equal to T. So T. Then what becomes? I square into 2 I square into 2RT. Then it becomes 2 I square RT. I square RT is H. So it becomes 2H. Clear? In the case 2, I equal to 2I and R equal to R and T equal to T. Then H becomes 2I whole square, right? ഇത് 2I ഉള്ളത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഹോൾ സ്ക്വയർ ആയിരുന്നു. 2I whole square into R into T. That is equal to 4I square RT. It becomes 4H, right? 4H. Here, when the R becomes 2R, the heat generated becomes twice, right? Okay, then here when the I becomes 2I, the heat generator is 4 times of H.
And in the next case, here I equal to I, R equal to R by 2, right? Here resistance become half of, then T remains same. Then H equal to I into R by 2, I square, R by 2 into T. Then what becomes I square R T by 2. This become H by 2. Okay. Then here when R becomes half, the heat generated also become half. Then in the next case, when I equal to I by 2 and R equal to R and T equal to T, then H equal to I by 2 whole square I square. I square എന്നല്ലേ I square RT എന്ന ഇക്വേഷനിലോട്ട് ഓരോ സെക്ഷനും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. സോ I by 2 whole square into R into T. So what becomes I in the square? I square. Then 2 square 4, right, into RT. I square RT equal to H. So H by 4. When I becomes half, then the heat generated becomes 1 by 4th times of heat generated. Okay, clear? And in this case, I equal to I and R equal to R and T equal to 2. Here time twice. Okay, then H is equal to I square into R into 2T, right? So 2 can be take from first side, and I square RT. I square RT. It is equal to 2H. Okay. In the next case, I equal to I and R equal to R and T equal to T by 2. Then H becomes I square into R into T by 2. Then equal to I square RT by 2. That is equal to H by 2. Here also, when the time becomes twice, the heat generated become twice. Time നമ്മൾ twice ആയപ്പോൾ ഹീറ്റും twice ആയി. Then time half ആയപ്പോൾ ഹീറ്റും half ആയി. ക്ലിയർ ആണല്ലോ? Then ആ ടാബിളിലേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. So by workouting this, we can fill this table, right? So here, when the R and T doubles, the heat generated is also doubles. But when the I doubles, the heat generated will become 4 times. And when the R and T halves, the heat generated is also halves. But when the I become halves, the heat generated becomes 1 by 4th of the original. Clear? Okay, if you have any doubt, you please post in comment box. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. സോ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.